ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആ ട്രിഗ്നോമെട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ ആ ഒരു ക്വാഡ്രന്റ് ഒക്കെ വെച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ബാക്കിയായിരിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിലെ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. സൈൻ ഇൻവേഴ്സ് സൈൻ 160 ഈക്വൽ ടു ഡാഷ്. സൈൻ ഇൻവേഴ്സ് സൈൻ 160 ഈക്വൽ ടു ഡാഷ്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, നമുക്ക് എക്സ് ആണെന്ന് അറിയാം. അപ്പൊ സൈൻ ഇൻവേഴ്സ് സൈൻ 160 എന്ന് പറയുന്നത് നമുക്ക് 160 എന്ന് ഒരു ഓപ്ഷൻ കാണും. 160 എന്ന് പറഞ്ഞ് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് സൈൻ 160 എന്ന് പറയുന്നത് 160 ആണ് എന്നും പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മാർക്ക് കിട്ടില്ല. എന്തുകൊണ്ടാണ് അല്ലാത്തത്? കാരണം നമുക്കറിയാം സൈൻ എന്ന് പറയുന്നത് ഏതിനിടയ്ക്കാണ്? മൈനസ് π/2 π/2 ഇടയ്ക്കാണ്. അതായത് ഡിഗ്രീസിൽ പറയുകയാണെങ്കിൽ മൈനസ് 90ക്കും ഇടയ്ക്കാണ് ഇത് വരേണ്ടത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് എത്രയാണ്? 160 ആണ്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ് ഈ 160 എന്ന് പറയുന്നത് ഇതിനകത്ത് പെടുവോ നോക്ക്. ഇതിനകത്ത് മൈനസ് 90ക്കും ഇടയ്ക്ക് വരുമോ 160 എന്ന് പറയുന്നത്? ഇല്ല. അപ്പൊ നമുക്ക് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് അവിടെ എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യുന്നത്? ഈ ചോദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്? സൈൻ ഇൻവേഴ്സ് സൈൻ ഈ 160 നമുക്ക് എങ്ങനെ എഴുതാം? 180 മൈനസ് 20 എന്ന് എഴുതാം. എഴുതിക്കൂടെ? 160 നമുക്ക് എങ്ങനെ എഴുതാം? 180 മൈനസ് 20 എന്ന് എഴുതാം. ഈ 20 ചെറിയ ആംഗിൾ അല്ലേ, ഇതിനിടയ്ക്ക് വരുന്ന ആംഗിൾ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ 160 ഞാൻ എങ്ങനെ എഴുതി? 180 മൈനസ് 20 എന്ന് എഴുതി. ഇനി ക്വാഡ്രന്റ് വരച്ചു. ഇത് 0, ഇത് 90, ഇത് 180, ഇത് 270, ഇത് 360. റേഡിയൻസ് പറയുകയാണെങ്കിൽ ഇത് 0, ഇത് π/2, ഇത് π, ഇത് 3π/2, ഇത് 2π. ഓൾ പോസിറ്റീവ്, ഓൾ സിൽവർ ടീ കപ്സ് അല്ലേ? സൈൻ പോസിറ്റീവ്, കൊസീക്ക് പോസിറ്റീവ്, ടി ടാൻ പോസിറ്റീവ്, കോട്ട് പോസിറ്റീവ്, കോസ് പോസിറ്റീവ്, സീക്ക് പോസിറ്റീവ്. അപ്പോ 180 മൈനസ് എന്ന് പറഞ്ഞാൽ പിറകിലോട്ട് ഇവിടെ ആയിരിക്കും വരുന്നത്. 180 പ്ലസ് എന്ന് പറഞ്ഞാൽ മുന്നിലോട്ട് ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പൊ 180 മൈനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് ഓർഡറിലാണത്? അപ്പൊ നമുക്ക് ആദ്യം സൈൻ ഈ ഇതൊന്ന് കണ്ടുപിടിക്കും. ഈ ഒരു ഭാഗം സൈൻ 180 മൈനസ് 20 ഈക്വൽ ടു സൈൻ 180 മൈനസ് എന്ന് പറഞ്ഞാൽ ഏത് ഓർഡറിലാണ്? സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റില് സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കും. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണ്. പ്ലസ് അടുത്തത് 180 മൈനസ് 180 പ്ലസ് നമ്മൾ പറഞ്ഞായിരുന്നു π പ്ലസ് π മൈനസ് 2π പ്ലസ് 2π മൈനസ് വരെയാണെങ്കിൽ സെയിം ഫംഗ്ഷൻ ആണ്. π പ്ലസ് π മൈനസ് 2π പ്ലസ് 2π മൈനസ് വരെയാണെങ്കിൽ സെയിം ഫംഗ്ഷൻ. π/2 പ്ലസ് π/2 മൈനസ് 3π/2 പ്ലസ് 3π/2 മൈനസ് വരെയാണെങ്കിൽ കോ ഫംഗ്ഷൻ. സൈന് കോസ് ആവും, കോസ് സൈൻ ആവും. ടാൻ കോട്ട് ആവും, കോട്ട് ടാൻ ആവും. കൊസീക്ക് സീക്ക് ആവും, സീക്ക് കൊസീക്ക് ആവും. അപ്പൊ അതായത് π എന്ന് പറഞ്ഞാൽ 180 അല്ലേ? 180 പ്ലസ് 180 മൈനസ് 2π എന്ന് പറഞ്ഞാൽ 360 അല്ലേ? 360 പ്ലസ് 360 മൈനസ് അത് വരുമ്പോഴും സെയിം ഫംഗ്ഷൻ. ഇപ്പൊ ഇവിടെ 180 മൈനസ് ആണ് വന്നിരിക്കുന്നത്. 180 മൈനസ് ആയതുകൊണ്ട് സെയിം ഫംഗ്ഷൻ സൈൻ തന്നെ വരും. അത് മൂന്നാമത്തെ സ്റ്റെപ്പ് ആംഗിൾ ഏതാണെന്ന് നോക്ക്. ആംഗിൾ എത്രയാണ്? 20 ആണ്. ആംഗിൾ എത്രയാണ്? 20 ആണ്. അപ്പോ സൈൻ 180 മൈനസ് 20 എന്ന് പറയുന്നത് എന്താണ്? സൈൻ 20 ആണ്. ഒടുവിൽ ഈ ഒരു ആംഗിൾ ആയിരിക്കും വരാൻ പോകുന്നത്. അത് ഇതിനിടയ്ക്ക് വരുന്നുണ്ടോ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ടത്. ഇനി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സൈൻ ഇൻവേഴ്സ് സൈൻ 180 മൈനസ് 20 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ 180 മൈനസ് 20 നമുക്ക് എന്താന്ന് കിട്ടി? സൈൻ 180 മൈനസ് 20 എന്ന് പറഞ്ഞാൽ സൈൻ 20 എന്ന് കിട്ടി. ഇനി സൈൻ ഇൻവേഴ്സ് സൈൻ 20 നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതുന്ന പോലെ സൈൻ ഇൻവേഴ്സ് സൈൻ 20 ഇനി നമുക്ക് എന്ത് എഴുതാം? 20 എന്ന് എഴുതാം. ഇത് ഇനി നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ വരുന്നുണ്ടോ നോക്കാം. അതായത് -90ക്കും
90ക്കും ഇടയ്ക്ക് തന്നെയാണോ 20 എന്ന് പറയുന്നത്? -90ക്കും 90ക്കും ഇടയ്ക്ക് തന്നെയാണ് ആരെന്ന് പറയുന്നത്? 20 എന്ന് പറയുന്നത്. അപ്പൊ ഇത്ര നമ്മൾ ചെയ്തുള്ളൂ. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാനായിട്ട് ഈക്വൽ ടു 160 എന്ന് എഴുതാനായിട്ട് ഇത് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ വരുന്നതല്ല. അപ്പൊ 160 ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ 180 - 20 എന്ന് എഴുതി. 180 - 20 ആണ് എത്ര എന്ന് പറയുന്നത്? 160 എന്ന് പറയുന്നത്. അപ്പൊ ഈ 160 ഒന്ന് മാറ്റി സൈൻ 180 - 20 എന്താണെന്ന് കണ്ടുപിടിക്കുക. സൈൻ 180 - 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 മൈനസ് ഏത് ക്വാഡ്രന്റാണെന്ന് നോക്കുക. സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിലെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പൊ പ്ലസ് ഇട്ടു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പൈ പ്ലസ് പൈ മൈനസ് 2π പ്ലസ് 2π മൈനസ് വരെയാണ് സെയിം ഫംഗ്ഷൻ. അതുപോലെ 180 പ്ലസ് 180 മൈനസ് 360 പ്ലസ് 360 മൈനസ് വരെയാണെങ്കിലും സെയിം ഫംഗ്ഷൻ. അപ്പോ ഇവിടെ ഏത് തന്നെ വരും? സൈൻ തന്നെ വരും. അടുത്ത ആംഗിൾ ഏതാണെന്ന് നോക്കാം. ആംഗിൾ എത്രയാണ്? ഇവിടെ 20. അതെടുത്ത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ സൈൻ ഇൻവേഴ്സ് സൈൻ 20 എന്ന് വരും. ഇനി സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. അതുപോലെ സൈൻ ഇൻവേഴ്സ് സൈൻ 20 ഈക്വൽ ടു 20 എന്ന് എഴുതാം. അത് ഈ റേഞ്ചിനിടയ്ക്കായിരിക്കും വരുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കുറച്ച് പ്രൂഫുകളാണ്. ഈ പ്രൂഫുകൾക്കാണ് നമുക്ക് ട്രിഗണോമെട്രിയുടെ ഫോർമുലാസ് ഒക്കെ എല്ലാം ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ട്രിഗണോമെട്രിയുടെ ഫോർമുലാസ് പഠിക്കുന്നവരൊക്കെ എല്ലാം അത് എല്ലാവരും പഠിക്കണം. പിന്നെ ഇനി എന്താണ് ചെക്ക് ചെയ്യാനായിട്ട് എനിക്ക് ചോദ്യം ചോദിക്കാനായിട്ട് വിളിച്ചു ചോദിക്കേണ്ടി വരും. എല്ലാവരും അതൊന്ന് പഠിച്ചു വയ്ക്കുക. ട്രിഗണോമെട്രിയുടെ ഫോർമുലാസ് അറിയാമെങ്കിൽ ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോട്ടെ. Write tan inverse root of 1 minus cos x by 1 plus cos x comma x less than pi in the simplest form. In the simplest form. പ്ലസ് വണ്ണില് ഞാൻ ആ ഫോർമുലാസ് ട്രിഗണോമെട്രിയുടെ ഫോർമുലാസ് പഠിപ്പിക്കുമ്പോ 1 മൈനസ് കോസ് 2x ഫോർമുല പഠിപ്പിച്ചു. അതുപോലെ 1 പ്ലസ് കോസ് 2x ഫോർമുല പഠിപ്പിച്ചു. ഇമ്പോർട്ടന്റ് ആണ് ഇത്. നിങ്ങൾക്ക് പ്ലസ് 2 വരുമെന്ന് പറഞ്ഞ് ഞാൻ അന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. അതുപോലെ 1 മൈനസ് കോസ് എക്സിന്റെതും പഠിപ്പിച്ചു. 1 പ്ലസ് കോസ് എക്സിന്റെതും പഠിപ്പിച്ചു. എന്തായിരുന്നു 1 മൈനസ് കോസ് 2x? 1 മൈനസ് കോസ് 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എക്സ്. 1 മൈനസ് കോസ് 2x എന്താണ്? 2 സൈൻ സ്ക്വയർ എക്സ്. 1 പ്ലസ് കോസ് 2x എന്താണ്? 1 പ്ലസ് കോസ് 2x എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ എക്സ്. 1 പ്ലസ് കോസ് 2x എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കോസ് സ്ക്വയർ എക്സ്. അപ്പൊ 1 മൈനസ് കോസ് എക്സ് എന്താണ്? ഈ 2x എന്ന് പറയുന്നത് പകുതിയായി എന്തായി മാറി? എക്സ് ആയി മാറി. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്നത് പകുതിയായി എന്തായി മാറും? x/2 ആയി മാറും. അത് മാത്രമേ ഉള്ളൂ അവിടെ വ്യത്യാസം എന്ന് പറയുന്നത്. 1 മൈനസ് കോസ് 2x എന്ന് പറയുന്നത് 2 സൈൻ സ്ക്വയർ എക്സ് ആണെങ്കിൽ 1 മൈനസ് കോസ് എക്സ് എന്ന് പറയുന്നത് 2 സൈൻ സ്ക്വയർ x/2. 1 പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ x/2. 2 കോസ് സ്ക്വയർ x/2. ഫോർമുലാസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് ചെയ്ത് വെച്ച് പഠിച്ചോളണം. ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. എല്ലാവരും പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. എല്ലാവർക്കും അറിയാവുന്ന ഫോർമുലാസ് ആയിരിക്കും. ഇത് പഠിച്ചു വെച്ചോളണം എല്ലാവരും. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ബ്രാക്കറ്റിനകത്ത് നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എഴുതാം? എക്സ് ആയിട്ട് എഴുതാം. ഈ ബ്രാക്കറ്റിലുള്ളതിനെ നമ്മൾ ടാനിന്റെ ടേംസിലാക്കാൻ പോവാണ്. ഈ ബ്രാക്കറ്റിനകത്തുള്ളതിനെ നമ്മൾ എന്തിന്റെ ടേംസിലാക്കാൻ പോവാണ്? ടാനിന്റെ ടേംസിൽ. കാരണം ടാൻ ഇൻവേഴ്സ് ടാൻ എന്ന് വന്നാലേ നമുക്ക് അവിടെ ആൻസർ കിട്ടുള്ളൂ. അപ്പൊ ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്വസ്റ്റിനും അങ്ങനെ തന്നെയാണ്. ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ ബ്രാക്കറ്റിനകത്തുള്ളതിനെ ടാൻ സംതിങ് എന്നും പറഞ്ഞാക്കും. സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ ബ്രാക്കറ്റിനകത്തുള്ളതിനെ സൈൻ സംതിങ് എന്നും പറഞ്ഞാക്കും. അത് നോക്കൂ. ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ്. 1 മൈനസ് കോസ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം? 2 സൈൻ സ്ക്വയർ x/2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ്. 1 പ്ലസ് കോസ് എക്സ് എന്താണെന്ന് അറിയാം നമുക്ക്? 2 കോസ് സ്ക്വയർ x/2. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ x/2 ബൈ കോസ് സ്ക്വയർ x/2. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താണ്? ടാൻ എക്സ്. സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്താണ്? ടാൻ സ്ക്വയർ എക്സ്. അതുപോലെ സൈൻ സ്ക്വയർ x/2 ബൈ കോസ് സ്ക്വയർ x/2 എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എഴുതാം? ടാൻ സ്ക്വയർ x/2 എന്ന് എഴുതാം. നമുക്ക് എന്തെന്ന് എഴുതാം? ടാൻ സ്ക്വയർ x/2 എന്ന് എഴുതാം. ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ x/2.
ടാൻ സ്ക്വയറിന്റെ ഈ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈ സ്ക്വയർ അങ്ങ് പോകും. ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? അവിടെ ടാൻ എക്സ് ബൈ ടു മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ റൂട്ടും സ്ക്വയർ നമുക്കറിയാം. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, നമുക്ക് എക്സ് ആണെന്ന് അറിയാം. അതുപോലെ റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എക്സ് ബൈ ടു എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, നമുക്ക് ടാൻ എക്സ് ബൈ ടു ആണെന്ന് അറിയാം നമുക്ക്. അപ്പൊ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ബൈ ടു എന്ന് വരും. ഇനി നമുക്ക് എന്താ എഴുതാം? നമുക്ക് എഴുതാം ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, നമുക്ക് എക്സ് ആണെന്ന് അറിയാം. അതുപോലെ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ബൈ ടു നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ബൈ ടു എന്ന് എഴുതാം. എന്തെന്ന് എഴുതാം? നമുക്ക് എക്സ് ബൈ ടു എന്ന് എഴുതാം. അപ്പൊ ഇതാണ് അതിന്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം ആണ് എന്തെന്ന് പറയുന്നത്? എക്സ് ബൈ ടു എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്യുക, മാർക്ക് ചെയ്ത് വെച്ചൊക്കെ പഠിക്കുക എല്ലാവരും. നോട്ട് ചെയ്ത എല്ലാവരും പൗസ് ചെയ്ത് മനസ്സിലാക്കി നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യും. Prove the following. Prove the following. Prove the following. Prove the following. അതിൽ ഒന്നാമത്തത് 3 sin inverse x equal to sin inverse 3x minus 4x cube. X element of minus 1 by 2, 1 by 2. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്ക്. ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. ഇതിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണ്? പ്രൂഫിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 3 sin inverse x, ഇവിടെ ഇനി പ്രത്യേകിച്ച് സോൾവ് ചെയ്യാനൊന്നുമില്ല. 3 sin inverse x എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഫോർമുലാസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. RHS ഈക്വൽ ടു sin inverse 3x minus 4x cube. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, ശ്രദ്ധിച്ചു കേൾക്കുക. സൈൻ ഇൻവേഴ്സ് എന്ന് വരികയാണെങ്കിൽ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ അകത്ത് എന്തെന്ന് വരണം? സൈൻ എന്ന് വരണം. സൈൻ ഇൻവേഴ്സ് സൈൻ സംതിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതുന്ന പോലെ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇതെങ്ങനെയാണ്? ഇവിടെ എല്ലാം എക്സിന്റെ ടേം അല്ലേ, അപ്പൊ ഇതിനെങ്ങനെ സൈനിന്റെ ടേംസിലാക്കും? ഇവിടെ എക്സിന്റെ ടേംസിലല്ലേ അകത്ത് കിടക്കുന്നത്, അപ്പൊ അതിനെങ്ങനെ നമ്മുടെ സൈനിന്റെ ടേംസിലാക്കും? അപ്പോ അവിടെയാണ് നമ്മള് എക്സിന് നമ്മള് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോ എന്തായിരിക്കും ഞാൻ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്ന ട്രിഗണോമെട്രി ഫംഗ്ഷൻ? സൈൻ തീറ്റ കൊടുക്കുമോ, അല്ലെങ്കിൽ കോസ് തീറ്റ കൊടുക്കുമോ, അല്ലെങ്കിൽ ടാൻ തീറ്റ കൊടുക്കുമോ, അല്ലെങ്കിൽ കോട്ട് തീറ്റ കൊടുക്കുമോ, അല്ലെങ്കിൽ സീക് തീറ്റ കൊടുക്കുമോ, അല്ലെങ്കിൽ കൊസീക് തീറ്റ കൊടുക്കുമോ? എന്ത് കൊടുക്കും? എന്തായിരിക്കും ഞാൻ ഇവിടെ എക്സിന് പകരം കൊടുക്കാൻ പോകുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ? എന്റെ എയിം ഇത്രയേ ഉള്ളൂ, സൈൻ ഇൻവേഴ്സ് സൈൻ എന്ന് പറഞ്ഞ അകത്ത് വരണം, എന്നാലേ നമുക്ക് അവിടെ ആൻസർ കിട്ടുള്ളൂ സിംപ്ലിഫൈ. അപ്പോ എയിം ഇത്രയേ ഉള്ളൂ, ഈ ഒരു ടേമിനെ സൈൻ സംതിങ് എന്നുള്ള രീതിയിലാക്കും. 3x minus 4x cube എവിടെ കേട്ടിട്ടുണ്ടല്ലോ 3x minus 4x cube എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇത് ഇത്രയും നോട്ട് ചെയ്ത് വരല്ലേ.